ചൈനയെ ഇരുമ്പ് സഹോദരനെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൊവ്വാഴ്ച ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിച്ച ശേഷമാണ് പ്രസ്താവന നടത്തിയത്. ശ്രീലങ്കയിലെ 14 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള യുവ രാഷ്ട്രീയ നേതാക്കളുടെ 24-അംഗ പ്രതിനിധി സംഘം ഇന്ത്യയിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയെ സന്ദർശിച്ചു. FIH ഹോക്കി പ്രോ ലീഗിൽ ലോക 1-ാം നമ്പർ നെതർലാൻഡ്സിനെതിരെ നേടിയ അതിശയകരമായ സോളോ ഗോളിന് ഇന്ത്യയുടെ ദീപിക 2024-25 പോളിഗ്രാഫ് മാജിക് സ്കിൽ അവാർഡ് നേടി. 7 വയസ്സും മുകളിലും പ്രായമുള്ള കുഞ്ഞുങ്ങളിലെ ബയോമെട്രിക് അപ്ഡേറ്റ് നിർബന്ധമായും പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. കുന്നംകുളം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. 1257 പേർക്ക് പട്ടയ വിതരണം നടത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ. ജാഗ്രതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്.